ഗുഡ് ഈവനിങ്. ജീവിതത്തിൽ കാര്യങ്ങൾ നടത്താൻ, വിജയിക്കാൻ വേണ്ട സൂത്രങ്ങളെക്കുറിച്ച് ഒന്ന് സംവദിക്കാനാണ് ഞാനിന്ന് ഉദ്ദേശിക്കുന്നത്. മുഹമ്മദ് അലി നോളജ് ഗൈഡ്. ഈ സൂത്രം എന്ന് പറയുന്ന സൂത്രവാക്യത്തിൽ ഞാൻ പറയാം. LTB G എന്ന ഷോർട്ട് ഫോമിൽ ആണ് അത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ L സ്റ്റാൻഡ്സ് ഫോർ ലവ്, T ഫോർ ട്രസ്റ്റ് ആൻഡ് B for belief and G for God. അപ്പോൾ ഈ സാധാരണ നമ്മളിപ്പോൾ ബ്രെയിനിൻ്റെ ചിന്തയുടെ പ്രവർത്തനത്തിൻ്റെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി അനുസരിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ ബ്രെയിനിൻ്റെ വികാരത്തിൻ്റെ ഭാഗത്താണ് ഉണ്ടാകുന്ന ആഗ്രഹങ്ങൾ. ആ ഇച്ഛയെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ ബ്രെയിനിലെ അനലിറ്റിക്കൽ ഏരിയ ഉള്ള അതിനെ അപഗ്രഥനം ചെയ്യും, അനലൈസ് ചെയ്യും. അങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ ആദ്യത്തിൽ നമ്മൾ എടുക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ട്രസ്റ്റ്. വിശ്വസിക്കാൻ പറ്റുമോ, ഇയാളെ വിശ്വസിക്കാൻ പറ്റുമോ, ഈ കാര്യത്തിൽ വിശ്വസിക്കാൻ പറ്റുമോ എന്നതിനെക്കുറിച്ചുള്ള ഭൗതികമായിട്ടുള്ള തെളിവുകൾ ആധാരമാക്കി നമ്മളിത് ശരി എന്ന തീരുമാനമെടുക്കുന്നത്. അങ്ങനെ ആ തീരുമാനം എടുക്കുമ്പോൾ അടുത്തത് നമ്മൾ ചെല്ലുന്നത് വെച്ചാൽ ബിലീഫ്, അതിൽ വിശ്വസിക്കും. എങ്ങനെയാണല്ലോ എന്നൊന്ന് തെളിവുണ്ടല്ലോ എന്ന് വിശ്വസിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ കാര്യങ്ങളങ്ങ് ചെയ്യും, പ്രാവർത്തികമാക്കും. ഫലം കിട്ടുമോ? ഇല്ല. ഇതാണ് ഇവിടെ കണ്ടുവരുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്? നമ്മൾ ചെയ്താൽ മാത്രം മതിയോ? നമ്മുടെ സാഹചര്യം അനുകൂലമായിരിക്കണ്ടേ? ആളുകളും വസ്തുക്കളും എല്ലാം നമ്മളോട് സഹകരിക്കണ്ടേ ഒരു കാര്യം സാഫല്യമാകാൻ? അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ആക്ഷനിലേക്ക് നമ്മൾ ഇറങ്ങുന്നതാണ് ഈ നമുക്കുണ്ടാകുന്ന പരാജയത്തിൻ്റെ കാര്യം എന്നാണ് എൻ്റെ ഇത്ര നാളത്തെ ജീവിതത്തിൽ നിന്നും അല്ലാതെ മറ്റുള്ള ആളുകളുടെ ഇതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ എന്താണെന്നറിയോ, ഈ ആദ്യത്തെ ഒരു കാര്യമുണ്ട്, ലവ്. ഈ ലവ് ഇല്ലാതെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സ്നേഹമില്ലാതെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ആ സ്നേഹത്തിന് പകരമാണ് നമ്മൾ തെളിവുണ്ടോ, ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ 1+1=2 അത് മാത്തമാറ്റിക്സാണ്. പ്ലാൻസ് എന്ന് പറയുന്ന ഇൻറ്റ്യൂഷനായിട്ടുള്ള പ്രോഗ്രാംസാണ്. ഈ ഇൻറ്റ്യൂഷനായിട്ട് പ്രോഗ്രാംസൊക്കെ വരുന്നത് അനാലിറ്റിക്കൽ ബ്രെയിനിൽ നിന്നല്ല, അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നതെന്ന് പറയും. ഇത് റൈറ്റ് ബ്രെയിനിൽ നിന്ന് നമ്മുടെ ആശ എന്നുള്ള വികാരത്തിൻ്റെ ഭാഗത്തു നിന്നാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ അതിനെ നോക്കാതെ നമുക്കൊരാഗ്രഹം തോന്നുന്നത് വളരെ സ്ഥൂലമായിട്ടാണ്. ആഗ്രഹം നടക്കുമോ എന്നുള്ള സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ പ്രവർത്തനത്തിന് ഇറങ്ങുകയുള്ളൂ എന്നുള്ളതിൽ ഒരു അനാലിസിസ് ചെയ്യാൻ ആ തോട്ടിനെ നമ്മൾ ഡൈവേർട്ട് ചെയ്യും ലെഫ്റ്റ് ബ്രെയിനിലേക്ക്. ആ ലെഫ്റ്റ് ബ്രെയിൻ എന്താണ് ചെയ്യുന്നത്? ഇതിനു മുമ്പ് പ്രസിഡൻസ്, ഇതിനു മുമ്പ് എങ്ങനെ ഉണ്ടായിട്ടുള്ള 1+1=2 ആയിരുന്നോ എങ്കിൽ ടിക്കടിക്കും. ഓക്കെ. 1+1=2 ആകണമെന്നില്ല. ശരിക്കും അറിയോ, 1+1 ഉള്ളത് 0 ആകും. അത് +1 +-1 ആയിക്കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുന്നത് 0. അത് +0. മനസ്സിലായി? ഒരാളുടെ അടുത്ത് നിന്ന് 1 രൂപ കടം മേടിച്ച് കടം മേടിച്ച് 1 രൂപ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 2 രൂപയിലാകണത് 0 രൂപ. ഇനി കടമില്ല. സിമ്പിളായിട്ട് പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ അതുപോലെ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യേണ്ട ഇന്നോവേഷൻ, പുതുതായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ പുതുതായിട്ടാണ്. അത് സംശയമൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ നമ്മളൊരു പഴക്കച്ചവടം തുടങ്ങണമെന്നുണ്ടെങ്കിൽ ആ പഴക്കച്ചവടം ചെയ്താൽ ഒരു ബിസിനസ് ചെയ്യുന്ന പഴക്കച്ചവടം ചെയ്യാം, പകുതിയിൽ കൂടുതൽ ലാഭമാണ് എന്ന് വിചാരിച്ച് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയോ,
അങ്ങനെ പഴക്കച്ചവടം ചെയ്തു കഴിഞ്ഞാൽ പഴം വാങ്ങി എല്ലാം വിൽക്കാൻ പറ്റിയില്ല എങ്കിൽ എന്ന് ചിന്തിച്ച് അനലൈസ് ചെയ്യുമ്പോൾ എന്താണ്, പഴം കൊലയോട് കൂടി വിറ്റ് തീർന്നില്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് അത് ചീഞ്ഞു പോകും, മുഴുവൻ പൈസയും പോകും, ആ 2 ദിവസം കൊണ്ട് വിറ്റിട്ടില്ലെങ്കിൽ എന്നാണ്. അതാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. അത് ആരോട് മനസ്സിൽ കിടക്കുന്നതെന്നല്ല, ഈ കഴിഞ്ഞ് പഴക്കച്ചവടം ചെയ്തവൻ്റെ അടുത്ത് ചോദിക്കും. അപ്പോൾ അയാൾ ഇങ്ങനെ പറയും, ചെയ്യില്ല സാറേ, പഴക്കച്ചവടം ചെയ്താൽ ഇങ്ങനെയാണ്, വിറ്റില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായി മുഴുവൻ പൈസയും പോകും എന്ന് പറയും. അപ്പോൾ നമ്മളെ കൊണ്ട് പഴക്കച്ചവടം ചെയ്യാൻ സമ്മതിക്കത്തില്ല. അതായത് ആരോടെ ചോദിച്ചത്? കുറേ വർഷങ്ങൾ മുമ്പുള്ള ആൾ. അന്ന് ഫ്ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. ഇന്നങ്ങനെയല്ല. പഴക്കൊല്ലം നമ്മൾ കയറ്റി ഫ്ലൈറ്റിൽ വെച്ചാൽ ഇതാ അടക്കണ 2 മണിക്കൂർ 2.5 മണിക്കൂർ സൗദി അറേബ്യ എടുത്തു, ചീഞ്ഞൊന്നും പോവില്ല, ഇഷ്ടംപോലെ പൈസയും കിട്ടും. ഓക്കെ. അപ്പോൾ ഈ പണ്ടുണ്ടായ കാര്യം അതിൻ്റെ വെളിച്ചത്തിലേ നമുക്ക് നമ്മുടെ ഈ പ്രീവിയസ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആളുകളുടെ ചോദിച്ച എക്സ്പെർട്ടൈസ് ആണെന്നൊക്കെ വിചാരിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ അനുഭവമാണ് അവനീ പറയുന്നത്. അപ്പോൾ നമ്മളതൊന്നുമല്ല, ഇന്ന് ഫ്ലൈറ്റൊക്കെ ഉണ്ടാകുമ്പോൾ കയറ്റി അയക്കാനുള്ള ഒരു സംവിധാനം കൂടി ചെയ്തിട്ട് തുടങ്ങുമ്പോൾ ഭയങ്കര മുടക്കാനാണ്. അപ്പോൾ അത് തിങ്കിങ് ഔട്ട് ഓഫ് ദി ബോക്സ് എന്ന് പറയും. അപ്പോൾ ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ്ങിന് ഒരിക്കലും നമ്മുടെ അനാലിറ്റിക്കൽ ബ്രെയിൻ പറ്റിയതല്ല. അതിനെ ഇൻറ്റ്യൂഷൻ തന്നെ വേണം, വികാരം വേണം, ഇമോഷണൽ ബ്രെയിൻ, റൈറ്റ് ബ്രെയിൻ ഉപയോഗിക്കണം. എല്ലാ കണ്ടുപിടുത്തങ്ങളും ഉണ്ടായിട്ടുള്ള റൈറ്റ് ബ്രെയിൻ ഉപയോഗിച്ചിട്ടാണ്, അല്ലാതെ ഈ മൈൻഡ് ഉപയോഗിച്ചിട്ട് മൈൻഡിൽ ലെഫ്റ്റ് ബ്രെയിൻ ഉപയോഗിച്ചിട്ടല്ല. ആ ഇമോഷൻസ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഹൃദയ ചക്ര എന്ന് പറയും, നമ്മളിവിടെ ഈ കൂമ്പിൻ്റെ അവിടെ നിന്നാണ് അത് പ്രവർത്തിക്കുന്നത്. എല്ലാ ഹാർട്ടും കൂടി ഒരു തരം സെക്കൻഡ് ബ്രെയിനാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ എന്താണ്, ശരിയാണോ, ട്രസ്റ്റ് ചെയ്യാൻ പറ്റുകയാണോ എന്ന് അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടി സംശയം, അപ്പോൾ ആക്ഷൻ ചെയ്യില്ല. അങ്ങനെ ഇന്നാക്ഷൻ ആയിട്ടാണ് ഈ പ്രത്യേകിച്ചും ഇന്ത്യയിൽ നമുക്ക് പുരോഗതി ഉണ്ടാകാത്തത്. പിന്നെ ഇന്ത്യയിലെന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ കുടുംബത്തിലായാലും എന്തിലായാലും ഭരണത്തിലായാലും എന്തിലാകാണ് മനസ്സിലായെന്നാണ് എനിക്ക് മനസ്സിലായത്. കാര്യം എന്ന് വെച്ചാൽ ഇതിന് മുമ്പ് വരെ എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ചിട്ടുള്ളത്, ഇപ്പോൾ ഐൻസ്റ്റീൻ വരെ കണ്ടുപിടിച്ചത് ഉള്ളത് ഇങ്ങനെ അനലൈസ് ചെയ്തില്ല. ഐൻസ്റ്റീന് മുമ്പ് കണ്ടുപിടുത്തം ഉണ്ടായിട്ടില്ലല്ലോ. അയാൾ ഇങ്ങനെ തുറന്നാൽ കണ്ടുപിടിച്ചാലൊന്നും ആലോചിച്ചിട്ട് എന്ത് കാര്യം കിട്ടും, എവിടെ പുട്ടാണ് കിട്ടാൻ പോണത്. എല്ലാ ശാസ്ത്രജ്ഞന്മാരും കണ്ടുപിടിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അതപ്പോൾ എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്ന് ഞാൻ ചോദിക്കുന്നത്. ബിലീഫ്, വിശ്വാസം, അതല്ലേ എല്ലാം. അപ്പോൾ ഈ നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്ന എന്താണ്, ട്രസ്റ്റ്, ലവ് സാധനമില്ല, വെറുതെ ട്രസ്റ്റ് ആൻഡ് ബിലീവ്. ട്രസ്റ്റിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ ബിലീവ് ചെയ്യും, അതേത് പൊട്ടലും ചെയ്യാൻ പറ്റും. ആ ട്രസ്റ്റിൽ തെളിയിക്കാനുള്ള അനലൈസ് തെറ്റുന്ന അവിടെ തെറ്റിപ്പോവും. അപ്പോൾ ഇതിനു മുമ്പ് എന്താണ്, എന്ത് കാര്യം ചെയ്യുമ്പോൾ അതിനോടൊരു സ്നേഹം വേണം, ലവ് വേണം. ലവ് ഉണ്ടാകുക, ആ ലവ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ചെയ്യണമെന്നുള്ള. എന്നിട്ട് ആരെ ആശ്രയിക്കും? നിങ്ങളെ തന്നെ ആശ്രയിക്കണം. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ്റെ, നിങ്ങളുടെ ആത്മാവിനോട് ചോദിക്കണം. അതാണ് ദൈവത്തിനോട് ചോദിക്കുന്നത്. നിങ്ങളുടെ ആത്മാവിനോട് ചോദിക്കുമ്പോഴത്തേക്കും ശാന്തമായിട്ട് നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് സ്ട്രിങ് തിയറി ആണ്, ക്വാണ്ടം മെക്കാനിക്സിൽ പറയുന്നതാണ് ദൈവം എന്ന് പറയുന്നത്. അത് എല്ലായിടത്തും ആ എനർജി ഇങ്ങനെ വ്യാപിച്ചിരിക്കുകയാണ്. ഓരോ സെല്ലെടുത്ത് നോക്കിയാൽ ശരീരത്തെ സെല്ല, അല്ലെങ്കിൽ വസ്തുക്കളുടെ സെല്ലുകളിലൊക്കെ എല്ലാം എനർജിയാണ്. ആ എനർജി പല രീതിയിൽ, എനർജി ഒരിക്കലും കനോട്ട് ബി ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, ആൻഡ് കനോട്ട് ബി ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല. ആ എനർജി ഉള്ളത് ദൈവത്തിനെ സൃഷ്ടിക്കാനും പറ്റത്തില്ല, ദൈവത്തിനെ ഇല്ലാതാക്കി. അതുപോലെ തന്നെ ഈ എനർജി ട്രാൻസ്ഫർ ചെയ്യണം. മനുഷ്യന് സൃഷ്ടിക്കാനും പറ്റില്ല, മറ്റൊന്നും ഇല്ലാതാക്കാനും പറ്റില്ല. മനുഷ്യൻ എന്ന് പറയുന്ന ബോഡി മാത്രമെന്നാൽ 3D ഫിസിക്കാലിറ്റി ചിന്താഗതിയിലാണ് നിങ്ങൾ മനുഷ്യനുള്ളത്. തീർന്നു പോയത് മനുഷ്യനവിടെ തീരാൻ, മനുഷ്യൻ്റെ ബോഡി തീർന്നു പോകും. അത് തീർന്നു പോകുന്നില്ല. അത് കുഴിച്ചു മൂടിക്കഴിയുമ്പോഴോ കത്തിച്ച് കഴിയുമ്പോഴോ അത് ഈ പ്രപഞ്ചത്തിൽ നിന്ന് അത് വേറെ ആളുകളായിട്ട് വരും, വേറെ വസ്തുക്കളായിട്ട് വരും. ചിലപ്പോൾ ടാബ്ലറ്റായിട്ട് വൈറ്റമിൻ സി ഒക്കെ ആയിട്ട് വരും. മനസ്സിലായില്ലേ? അപ്പോൾ അതെങ്ങനെ? അപ്പോൾ ഈ ആത്മാവെന്ന് പറഞ്ഞതാണ് മനുഷ്യൻ. അതിനെ ഒരിക്കലും, അത് എനർജിയാണ് ആത്മാവ്. ആത്മാവിനെ കൊല്ലാൻ പറ്റത്തില്ല. ആത്മാവ് ഒരു വാഹനത്തിൽ പ്രവേശിച്ചിരിക്കുന്ന ബോഡി, അതിൽ നിന്ന് വിട്ടുപോയാലും അനന്തമായിട്ട് ആത്മാവ് ഉണ്ടാവും. ആ ആത്മാവ് എനർജിയാണ്. ആ എനർജി സൃഷ്ടിച്ചിരിക്കുന്നതിൻ്റെ ഉറവിടം എന്ന് പറയുകയാണെങ്കിൽ ദൈവം. അതെന്ത് പേരിൽ നിങ്ങൾ വിളിച്ചാലും ശരി. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് ഒരാഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്താണെന്നറിയാം, ആ ആഗ്രഹത്തിനെ ലവ് ചെയ്യണം. അത്
കിട്ടണമെന്ന് ലവ് ചെയ്യണം, നിങ്ങളെ ലവ് ചെയ്യണം, നിങ്ങളെ ലവ് ചെയ്ത് നിങ്ങൾ ഉള്ളിലേക്ക് പോകണം, നിങ്ങൾ ഉള്ളിലേക്ക് പോയിട്ട് എനിക്കിത് സാധിക്കണം, എങ്ങനെ സാധിക്കും, എന്താണ് മാർഗം എന്ന് പറഞ്ഞ് വിട്ടേക്കണം മുകളിലോട്ട്. തനിയെ നിങ്ങൾക്ക് ഇതുണ്ടാവും, ഇങ്ങനെ എന്ന് പറഞ്ഞ് നിങ്ങളെ ആരോ കൈക്ക് പിടിച്ച് കാര്യങ്ങൾ ചെയ്യിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്ക്. ഓക്കെ. അപ്പോൾ എന്താണ്, ഇത്ര സാധനം ഉള്ള ഏത് ഓർഡറിൽ വേണം? ലവ്, സ്നേഹം, അതല്ലേ എല്ലാം. ദൈവത്തിൻ്റെ വേറൊരു പേരാണ് ലവ് എന്നുള്ളത്. ദൈവം സ്നേഹമാകുന്നു. ഏത് മതത്തിൽ, ഈ മതം ആ മതം എന്ന് പറഞ്ഞാൽ ഒരു മതമില്ല, എല്ലാ മതത്തിൽ ദൈവം സ്നേഹമാകുന്നു. അതാണ് തെളിയിച്ചാണ് യേശുദേവൻ, ഈസാ നബി, യേശു ക്രിസ്തു. മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ പ്രോഫറ്റുകളെല്ലാം വെച്ചിട്ട് ഈ ലവിൻ്റെ കാര്യത്തിൽ കമ്പാഷൻ, ക്രിസ്ത്യൻ ലവ് എന്ന് പറയും. അത് ഈസാ നബി, യേശു ക്രിസ്തു ആണ് ലിഖിതമായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ ആളുകൾക്ക് കാണിച്ചിട്ടുള്ളത്. അതിന് മുമ്പുള്ള മതങ്ങളിൽ ഉണ്ടാകുമോ എനിക്കറിയില്ല. 1,25,000 മതമുള്ള യാത്ര ആൾക്ക് ചെയ്യും. ഐൻസ്റ്റീൻ 250 വർഷം വരിച്ചു വിട്ട്, അപ്പോഴൊന്നും ഞാൻ ജനിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഐൻസ്റ്റീൻ ഒക്കെ കണ്ടുപിടുത്തങ്ങൾ അതിന് മുമ്പ് ഉണ്ടായിരുന്നതല്ല. അതുകൊണ്ട് അതിൻ്റെ ട്രസ്റ്റ് വർക്ക് ആക്കാനായിട്ട് അനലൈസ് അയാൾ ചെയ്തിട്ടില്ല. അയാൾക്കുണ്ടായ ഇൻഡ്യൂഷൻ അനുസരിച്ച് ഇങ്ങനെ ആയിരിക്കും എന്ന് ബിലീവ് ചെയ്തിട്ട് അത് പ്രായോഗികമാകാനായിട്ട് ഉള്ളിൽ തന്നെ പോയി അവിടെ നിന്നും തൃഷ്ടാവിലേക്ക് പോയി. ഇങ്ങനെ എല്ലാ നിങ്ങളുടെ കുഞ്ഞു കാര്യങ്ങൾ, കഞ്ഞി ഉണ്ടാക്കണ കാര്യങ്ങളൊന്നും ആണ് പോലെ എല്ലാ കാര്യത്തിലും നിങ്ങൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണെങ്കിൽ ഈ പ്രിൻസിപ്പിൾ സ്വീകരിച്ച് നിങ്ങൾക്ക് പരാജയം ഉണ്ടാകില്ല. പക്ഷെ നിങ്ങൾ ഉദ്ദേശിച്ച സാരം നിങ്ങളത് കിട്ടണമെന്ന് നിങ്ങൾ എന്ത് വന്നാലും ഞാൻ നടത്തും എന്നുള്ള രീതിയിൽ വന്നാൽ നടക്കാൻ പറ്റാത്തതാണ്. അത് നിങ്ങൾക്ക് അതിനെ പൊട്ടൻഷ്യാലിറ്റി ഇല്ല, അതിനെ സാഹചര്യം ഇല്ല, അത് നിങ്ങൾക്കറിയില്ല. അപ്പോൾ ഉൾവിളി കേട്ടിട്ട് ഉള്ള കാര്യങ്ങൾ മാത്രം പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക, അങ്ങനെ ചെയ്യുക, ഈ ഡോക്ടറെ കാണിക്കുക, മറ്റ് കാണിക്കുക, ഈ എന്തുവായത്, ഇതൊക്കെയാണ് നമുക്ക് പൊതുവേ ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള. ഇത് ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു, ഞാൻ പഠിച്ചതാണ് എൻ്റെ ജീവിതത്തിൽ. ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പോഴൊക്കെ ഞാൻ ഈ മെത്തേഡിലാണ് ചെയ്യുന്നത്. എനിക്ക് ഗുണമുണ്ടാകുന്നു. വലിയ വലിയ നേട്ടം ഉണ്ടായിട്ട് ഞാൻ എന്താ ഇന്ത്യൻ പ്രസിഡൻ്റൊന്നും ആയിട്ടില്ല. പക്ഷേ എനിക്ക് എന്ത് കാര്യങ്ങളും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും എൻ്റെതിങ്ങനെ ഒരു നിർബാധം തുടർന്ന് കൊണ്ടുപോകുന്നു. ബൈ ദി ഗ്രേസ് ഓഫ് ഗാഡ്. ഗോഡ് ബ്ലസ്.